അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 44 അധ്യായം 16 വാക്യത്തിൻ്റെ മധ്യഭാഗം നമുക്ക് വായിക്കാം. ദൈവം തങ്ങളുടെ അകൃത്യം കണ്ടെത്തി താൻ കണ്ട ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുവാൻ ജോസഫിന് ഇടവന്നെങ്കിലും ജോസഫ് ഇന്ന് ഫറവോൻ്റെ രണ്ടാമനായി മിസ്രയീം ദേശം വാഴുകയാണ്. താൻ കണ്ട ദർശനം അതുപോലെ തന്നെ നിറവേറി. ഇന്ന് ജോസഫിൻ്റെ ഹൃദയത്തിൽ തന്നെ വഴി നടത്തിയ ദൈവത്തോട് നന്ദി മാത്രമാണുള്ളത്. തൻ്റെ ഓരോ സങ്കട സമയത്തും താനുമായി കണ്ടുമുട്ടുന്ന സകല വ്യക്തികൾക്കും തന്നോട് കർത്താവ് കരുണ തോന്നുമാറാക്കി. ഒടുവിലിതാ ഫറവോൻ്റെ രണ്ടാമനായി മിസ്രയീം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി ദൈവം ജോസഫിനെ ഉയർത്തി. തന്നെ വിറ്റുകളഞ്ഞ സഹോദരന്മാർ ജോസഫിനോട് ഭോഷ്ക് പറയുകയാണ്, അതും വിശപ്പ് മാറ്റുന്നതിനു വേണ്ടിയുള്ള അല്പം ആഹാരത്തിനു വേണ്ടി. ജോസഫിനെ അവൻ്റെ ദൈവം സംരക്ഷിക്കുന്നുണ്ടെന്നും അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നും തങ്ങൾ ഇപ്പോൾ വണങ്ങി നിൽക്കുന്നത് ജോസഫിൻ്റെ മുമ്പിലാണെന്നും കപട പരമാർത്ഥികളായ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് മനസ്സിലായിട്ടില്ല. തങ്ങൾ വിറ്റുകളഞ്ഞ ജോസഫ് ഇന്ന് എവിടെയാണെന്ന് ചിന്ത പോലും അവർക്കില്ല. മറ്റേതെങ്കിലും സ്ഥലത്ത് അടിമയായി ജീവിക്കുന്നുണ്ടായിരിക്കാം എന്ന് അവർ ചിന്തിച്ചു കാണും. എന്നാൽ തങ്ങളുടെ മുമ്പിൽ മിസ്രയീം പ്രധാനമന്ത്രിയായി പ്രൗഢിയോടെ ഇരിക്കുന്ന വ്യക്തി ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം ജോസഫ് ഇപ്പോൾ സംസാരിക്കുന്നത് മിസ്രയീം ഭാഷയാണ്. തൻ്റെ സഹോദരന്മാർക്ക് എബ്രായ ഭാഷ മാത്രമേ അറിയൂ. ദ്വിഭാഷി മൂലം സഹോദരന്മാർ ജോസഫിനോട് പറയുകയാണ്, ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. തന്നെയുമല്ല, ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ ആണെന്നും ഒരുവൻ ഇപ്പോൾ ഇല്ല എന്നും ജോസഫിനെക്കുറിച്ച് ജോസഫിനോട് തന്നെ പറയുകയാണ്. ഭാഗ്യത്തിന് ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫ് മരിച്ചു എന്ന് പറഞ്ഞില്ല. ആ അർത്ഥത്തിൽ അവർ പരമാർത്ഥികളാണെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ ജോസഫ് ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു എന്ന അർത്ഥവും ഉണ്ടല്ലോ. എന്നാൽ അവർ പറഞ്ഞത് ജോസഫ് വിശ്വസിച്ചില്ല എന്ന് ജോസഫിൻ്റെ വാക്കുകളിൽ കൂടി അവർക്ക് മനസ്സിലായി. സഹോദരന്മാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ജോസഫ് പറയുകയാണ്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 14 വാക്യമാണ് നാം കേട്ടത്. അതിനെ തുടർന്ന് സഹോദരന്മാരെ പ്രതികൂലത്തിലാക്കുന്ന വിധത്തിൽ ജോസഫ് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രതിസന്ധിയിലായ സഹോദരന്മാർ പറയുകയാണ്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 21 വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം കേട്ടത്. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും ജോസഫ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നോ തങ്ങളുടെ മുൻപിലിരിക്കുന്നവൻ ജോസഫ് ആണെന്നോ അവർ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത വലിയ പാപം ഇപ്പോൾ ഇതാ അവരെ പിന്തുടരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഇന്ന് നാം ഒരു പാപം ചെയ്താൽ ഇന്ന് തന്നെ ഒരുപക്ഷെ നമുക്ക് ശിക്ഷ കിട്ടുകയില്ലായിരിക്കാം. എത്ര വർഷം കഴിഞ്ഞാലും നാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ നമ്മെ പിന്തുടരും എന്ന് ഓർത്ത് തെറ്റുപറ്റാതെ ജീവിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ അഭയം പ്രാപിക്കാം. ജോസഫ് അവരെ വിട്ടില്ല. ചെറിയ ഇളവുകൾ സഹോദരന്മാർക്ക് കൊടുക്കുന്നുണ്ട് എങ്കിലും ഒടുക്കം ജോസഫിൻ്റെ സഹോദരനായ ബെന്യാമീനെ കൊണ്ടുവരുവാൻ ജോസഫ് കൽപ്പിച്ചതനുസരിച്ച് സഹോദരന്മാർ ബെന്യാമീനെ ജോസഫിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും അതുകൊണ്ട് ദാനുവുമായി മടങ്ങിപ്പോകുവാൻ ജോസഫ് സഹോദരന്മാരെ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ബെന്യാമീൻ്റെ ചാക്കിൽ ജോസഫ് തൻ്റെ പാനപാത്രം വയ്ക്കുകയും ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ സഹോദരന്മാരെ മടക്കി വരുത്തുകയും ചെയ്തു. അന്വേഷണത്തിൽ ബെന്യാമീൻ്റെ ചാക്കിൽ തൻ്റെ പാനപാത്രം കണ്ടുപിടിക്കുകയും ബെന്യാമീൻ അവിടെ അടിമയാകണമെന്ന് ജോസഫ് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സമയത്താണ് യഹൂദ പറഞ്ഞത്, യഹോവ ഞങ്ങളുടെ അകൃത്യം കണ്ടെത്തി. നമ്മുടെ കുറ്റങ്ങൾ മറ്റാരും കണ്ടെത്തിയില്ലെങ്കിലും കർത്താവ് കണ്ടെത്തുമെന്ന് നാം മനസ്സിലാക്കി ജീവിക്കണം. അപ്രകാരമുള്ള ഒരു സന്ദേശമാണ് ദൈവാത്മാവ് നമുക്ക് ഈ ഭാഗത്തു നിന്നും നൽകിത്തരുന്നത്. ദൈവത്തിൻ്റെ കൺമുന്നിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആ സഹോദരന്മാർ സത്യം പറയുന്നില്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 28 വാക്യത്തിൽ അവരുടെ അപ്പൻ പറയുന്ന വാക്കുകൾ അവർ വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, അവരിൽ ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്നും പോയി അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയം. എന്നാൽ ജോസഫ്
തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന രംഗം ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 3 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസഫ് സഹോദരന്മാരോട് ഞാൻ ജോസഫ് ആകുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 4 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 5 വാക്യത്തിൽ താൻ തുടരുകയാണ്: എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഈ വാക്കുകൾ വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത്. മറ്റുള്ളവരാൽ നാം പീഡിപ്പിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ നാം അവരുമായി വഴക്കിടാറുണ്ടോ? നമ്മുടെ വിശ്വസ്തതയെ ദൈവം ശോധന ചെയ്യുകയാണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാറുണ്ടോ? ജോസഫിന് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലായി. ആകയാൽ തന്നെ വലിയ കഷ്ടതയിലേക്ക് തള്ളിവിട്ട സഹോദരന്മാരോട് ജോസഫ് ഇപ്പോൾ കരുണ കാണിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. നമ്മെ ദ്രോഹിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുന്നുണ്ടോ? നമുക്കതിന് സാധിക്കുകയില്ല. എങ്കിലും നാം ദൈവത്തിൽ ആശ്രയിച്ച് അവനെ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു ജോസഫിൽ വസിച്ചതുപോലെ നമ്മിൽ വസിക്കുകയും നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് സാധ്യമാക്കി തീർക്കുകയും ചെയ്യും. യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും നമ്മെ തകർക്കുവാൻ നോക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കുന്നവർക്ക് വേണ്ടി യേശു തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്: ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 34 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ കൂടി പത്രോസ് നമ്മോട് പറയുകയാണ്: യേശുവിൻ്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്ക് നല്ല ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. 1 പത്രോസ് 2 അധ്യായം 21 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ കാൽ ചുവടിൻ്റെ പ്രത്യേകത അതിന് ആണിപ്പാടുകളുണ്ട് എന്നതാണ്. അതായത് എല്ലാ അർത്ഥത്തിലും തൻ്റെ പിതാവിന് ആ പാദങ്ങൾ അനുസരിക്കുമായിരുന്നു. മാതൃകയോ വിശുദ്ധിയോ ഇല്ലാത്ത അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നാം പിൻപറ്റിയാൽ ചെന്നെത്തുന്ന സ്ഥലം ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയായിരിക്കുമെന്നതിന് സംശയമില്ല. എന്നാൽ യേശുവിൻ്റെ കാൽ ചുവട് പിൻപറ്റിയാൽ നാം ചെന്നെത്തുന്നത് ശാശ്വത സമാധാനം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കും. നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ സമാധാനവും ആശ്വാസവും നമുക്ക് അനുഭവിക്കുവാൻ യേശുവിൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുക വഴി സാധ്യമാകും. ജോസഫിനെ പോലെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് മനഃപൂർവ്വമായി ക്ഷമിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാം യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുന്നവരും യേശുവിൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുന്നവരും യേശുവിൻ്റെ മക്കളും ആകുന്നുവെന്ന് നമുക്കവരെ ബോധ്യപ്പെടുത്താം. നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടുകയും ചെയ്യാം. വചനം വായിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും നമുക്ക് തീരുമാനിക്കാം. ദൈവാത്മാവിനെ പ്രാപിച്ച് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമുക്ക് ഉപേക്ഷിക്കാം. അപ്രകാരം ജീവിച്ചുകൊണ്ട് നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് ക്രുദ്ധിക്കുന്നവരോട്, ഞങ്ങളോട് ഭാരമായിരിക്കുന്നവരോട് ക്ഷമിക്കുവാൻ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് കരുണ കാണിപ്പാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. ഹൃദയവേദനയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, സമാധാനമില്ലാത്തവരായി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവർക്കങ്ങ് സമാധാനവും അവരുടെ ഹൃദയത്തിൻ്റെ വേദന മാറ്റിക്കൊടുത്തുകൊണ്ട് സന്തോഷവും നൽകി കൊടുക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.